വിടവാങ്ങിയ മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്. മേരിയുടെ പ്രസിദ്ധമായ പള്ളിയിൽ, മേരി ബസിലിക്കയിലാണ് തൻ്റെ ആഗ്രഹപ്രകാരം ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് നോക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ മാർപ്പാപ്പ എന്ന നിലയിൽ പ്രസിദ്ധനായ ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ വിട ലോകത്തിന് വേദനയായി തന്നെ തുടരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്ത്യവിശ്രമം ബസിലിക്ക, മേരിയുടെ മാതാവിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന മേരി ബസിലിക്കയിൽ ഇതാ ഒരുക്കുന്നത്. അതിൻ്റെ ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിലാപയാത്രയായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെയുള്ള മേരിയുടെ വിശുദ്ധ പള്ളിയിലേക്കാണ് ഇപ്പോൾ മാർപ്പാപ്പയെ എത്തിച്ചിരിക്കുന്നത്. ജിബിൻ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുകയാണ്. ജിബിൻ, ലോകത്തോടൊപ്പം വത്തിക്കാനും കണ്ണീരണിയുകയാണ്. പക്ഷേ പാപ്പായോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് തന്നെയാണ് യാത്രാമൊഴി, അന്ത്യവിശ്രമം. ഇതിനായി ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ജിബിൻ. തീർച്ചയായും തന്നെ അജിംഷാദ്, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീടായിരിക്കും പങ്കുവയ്ക്കുക. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. ഈ സംസ്കാര ശുശ്രൂഷകൾക്കെല്ലാം കാർമംഗലോ കെവിൻ ഫാരൽ ആണ് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലെ ശുശ്രൂഷകൾ നടന്നത്. അതിനുശേഷമായി അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം സംസ്കരിക്കുകയായിരുന്നു. ആ നിലയിലായിരുന്നു അവിടുത്തെ ചടങ്ങുകൾ നടന്നത്. വിലാപയാത്രയോടുകൂടിയായിരുന്നു സെൻറ്റ് മേജർ ബസിലിക്കയിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്ര നടന്നത്. ഈ വഴിയോരങ്ങളിലൊക്കെ അനേകം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഒക്കെയായി നിൽപ്പുണ്ടായിരുന്നു. ഹർഷാരവങ്ങളോടെ, കയ്യടികളോടെയായിരുന്നു. നമ്മൾ മുൻകാലങ്ങളിലൊന്നും കണ്ടതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് കയ്യടികളോടെ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ യാത്രയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോ വീഥികളിലും നമ്മൾ കണ്ടത്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ചടങ്ങുകൾ, ആ ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയത് കർദിനാൾ ജിയോവാന ബാറ്റിസ്റ്റയായിരുന്നു. ഡീൻ കർദിനാളായിരുന്ന ജിയോവാന ബാറ്റിസ്റ്റയായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് ആ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് സെൻറ്റ് മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം കൊണ്ടുവന്നത്. അതിനുശേഷമായി മൃതശരീരം കയറ്റുന്നതിന് മുമ്പായി സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും അവർ പൂക്കളർപ്പിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരത്തിന് പൂക്കളർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുകയും അതിനുശേഷമായി പിന്നീട് സെൻറ്റ് മേജർ ബസിലിക്കയ്ക്കുള്ളിലേക്ക് മൃതശരീരം കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് കർദിനാൾ കെവിൻ ഫാരലിൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷകൾ നടത്തി മൃതശരീരം സംസ്കരിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായ്ക്ക് അവസാനമായി വിട നൽകിയ ശേഷം ആളുകൾ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ലോകം എങ്ങും ഈ മഹായിടയന് വിട നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അന്ത്യശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരൽ നേതൃത്വം നൽകി. സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് ഈ ചടങ്ങുകളെല്ലാം നടന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കണമെന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണമായും തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത്, അദ്ദേഹം കന്യകാമറിയത്തിൻ്റെ ഒരു ഭക്തനായിരുന്നു. ആ നിലയിൽ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെ ഈ നിലയിൽ നടത്തണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ലളിതമായ ചടങ്ങുകളോടെ ആയിരിക്കണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് കൊണ്ടുള്ള ചടങ്ങുകളാണ് വത്തിക്കാനിലും അതോടൊപ്പം തന്നെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലും നടന്നത്. പ്രധാനമായും തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്
അദ്ദേഹത്തിൻ്റെ സംസ്കാരം മുൻകാല മാർപ്പാപ്പന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. മുൻകാല മാർപ്പാപ്പന്മാരെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത് ഒറ്റമര പെട്ടിയിലായിരുന്നു. അതായത് സിങ്ക് പൂശിയ ഒറ്റമര പെട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മുൻകാല മാർപ്പാപ്പന്മാരെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള പെട്ടികളിലായിരുന്നു അവരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ലോകത്തെ സ്വാധീനിക്കുന്നതും അതോടൊപ്പം തന്നെ മാറ്റിമറിക്കുന്നതുമായ പല ചരിത്രപരമായ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് പല നിലപാടുകളും എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പല നിലകളിലും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ ആശയങ്ങളും പ്രകടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം വിട പറയുമ്പോഴും തൻ്റെ ജീവിതത്തിലുടനീളം ആ വ്യത്യസ്തതയും ആ ലാളിത്യവും അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകളും ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ മാറുകയാണ്. ഇതുവരെയും ഒരു മാർപ്പാപ്പന്മാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു ചരിത്രപരമായ ഒരു മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നു. ഈ കാലം അത്രയും കണ്ടുവന്ന കാഴ്ചകളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾക്ക് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ മരണപത്രം പുറത്തുവിട്ടപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഉയർന്ന പീഠത്തിൽ തൻ്റെ മൃതശരീരം വയ്ക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആ നിലയിൽ ഈ സംസ്കാര ശുശ്രൂഷകൾ നടത്തേണ്ടത് ഇതുപോലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലാണ് നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ ലോകത്തെ അദ്ദേഹം എത്രത്തോളം വ്യത്യസ്തനാണ്, താൻ എത്രത്തോളം വ്യത്യസ്തനാണ്, തൻ്റെ നിലപാടുകൾ ഏതെല്ലാം നിലയിലാണ്, സാധാരണക്കാർക്കൊപ്പമാണ് താൻ എല്ലാക്കാലവും നിലകൊണ്ടത് എന്നുള്ളതിൻ്റെ അടയാളം എന്നോണമാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലും സാധാരണക്കാരാണ് ഇപ്പോൾ ഒപ്പമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ ഈ മൃതശരീരം എത്തിച്ചപ്പോൾ സാധാരണക്കാരായ ആളുകളാണ് പുഷ്പവൃഷ്ടിയുമായി അവിടെ കാത്തുനിന്നത്, റോസാപ്പൂക്കളുമായി കാത്തുനിന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് കയറ്റുന്നതിന് മുൻപായി പടിക്കെട്ടുകളിൽ വെച്ച് അവർ ആ പൂക്കൾ സമർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ആ നിലകളിൽ വലിയ തോതിൽ സാധാരണക്കാർക്കൊപ്പം നിന്ന ആ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവർ തങ്ങളുടെ പാപ്പയെ അവർ യാത്രയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇക്കാലം അത്രയും കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലപാടുകളുള്ള തൻ്റെ ആശയങ്ങളൊക്കെ എല്ലാം ലോകത്തെ സ്വാധീനിക്കുന്നതും അതോടൊപ്പം തന്നെ വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിനനുസരിച്ച് പ്രസക്തമായ നിലകളിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നതുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ. ഒരുപക്ഷെ സഭ മുൻകാലങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഒക്കെ തന്നെ അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ നിലകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ നിന്നൊക്കെ തന്നെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് ആ നിലകളിൽ സഭയെ നവീകരിക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു വന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ പൂർത്തിയായിരിക്കുന്നു.